ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ആരുടെയൊക്കെ മുന്നിലേക്കാണോ എത്തുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ കടന്നു വരാനായിട്ട് പോകുന്നത്, എന്താണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ടവർ എനർജിയാണ് വന്നിരിക്കുന്നത്. എംപ്രസ്, 3 ഓഫ് വാണ്ട്സ്, 7 ഓഫ് സോഴ്സ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബാഡ് കർമ്മ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് സ്ട്രഗിളിങ്സിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ, സ്ട്രഗിളിങ്സ് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കാം, മറ്റു ചിലവർക്ക് ജോലി സംബന്ധമായിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഒരുപാട് സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് കർമാസ് എല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊരു ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മെന്റാലിറ്റിക്ക് ഒരു വ്യത്യാസം കൈവരുത്തേണ്ടതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് അതേപടി നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചതിയിലൊക്കെ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്കായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ദൂരദേശത്തേക്കൊക്കെ ജോലി സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പോകാൻ ആഗ്രഹിച്ചിട്ട് അതിലൊക്കെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് തടസ്സങ്ങൾ നേരിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കിവിടെ അനുഭവയോഗ്യമായിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എബ്രോഡിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവർ, ഇനിയിപ്പോൾ അല്ല നാട്ടിലേക്ക് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ദൂരദേശ യാത്ര നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് കൺട്രോൾ കൊണ്ടുവരണം. നിങ്ങളുടേതായ കുറച്ച് സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾക്ക് തന്നെ കുറച്ച് പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. എന്നുവെച്ചാൽ മറ്റുള്ളവർ പറയുന്ന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാതെ സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് സ്വന്തം മനസ്സനുസരിച്ചിട്ട് തീരുമാനമെടുത്ത് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നിമിഷമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുകയാണ്.